ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലത്തെയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ എൻ്റെ അറിവ്, ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഞാൻ കണ്ട ക്ലാസ്സുകൾ, ഇതൊക്കെ കൂടെ കമ്പൈൻ ചെയ്ത് ഷോർട്ടായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ട്രേഡിങ്ങിൽ സീരിയസ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇത്തരം കണ്ടൻറ്റുകൾ ഇനിയും സ്ഥിരം ചാനലിൽ പോസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം. വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണം. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റിൽ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാനും സഹായിക്കും. നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നെക്സ്റ്റ് ഇങ്ങനത്തെയുള്ള കണ്ടൻറ്റുകൾ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആവും. എല്ലാവരും അങ്ങനെ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കിടക്കാം. എന്തുകൊണ്ടാണ് ട്രേഡിങ്ങിൽ മാത്രം പല തവണ നമ്മൾ ശ്രമിച്ചിട്ടും പലപ്പോഴും പ്രോഫിറ്റബിൾ ആവാൻ നമുക്ക് കഴിയാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ യഥാർത്ഥ പ്രശ്നവും അതിൻ്റെ സൊല്യൂഷനാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. മിക്ക ആളുകളുടെയും പ്രശ്നം എവിടെയാണെന്നറിയാമോ? അതായത് നഷ്ടം സഹിക്കാനോ അല്ലെങ്കിൽ നഷ്ടം അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ്, ഒരു ബ്രെയിന് നമുക്ക് ഇല്ല എന്നുള്ളതാണ്. നമുക്ക് നഷ്ടം ഒരിക്കലും സഹിക്കാനാവില്ല. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നഷ്ടം ബുക്ക് ചെയ്യാനാവാതെ നമ്മൾ എന്താണ് പ്രോഫിറ്റിൽ തന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത ട്രേഡിലേക്ക് നമ്മൾ അറിയാതെ ജമ്പായി പോകുന്നുള്ളൊരു സംഭവമുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ട്രേഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിലും ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ചിന്ത എന്താണെന്ന് അറിയാം. പിന്നെ നമ്മുടെ ചിന്ത വരിക, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കോസ്റ്റ് പ്രൈസിലേക്ക് ഇറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് പിന്നെയും ട്രേഡ് എടുത്തിട്ട് വലിയ ലോസുകൾ വരുത്തി വെക്കും. അപ്പോൾ ഈ ഒരു ഈ ഒരു ചിന്ത, ഈ ഒരു മനോഭാവം പല തവണ നമ്മൾ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാവും. നമ്മൾ പലതവണ വിചാരിക്കും ഇനി അങ്ങനെ ചെയ്യൂല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പിന്നെയും ഇത് കയറി നമ്മളിലേക്ക് തന്നെ വരുന്നുള്ളതാണ്. അപ്പം ഈ കാര്യത്തെ ഓർത്ത് ആരും പേടിക്കേണ്ട. ഇത് മനുഷ്യ സഹജമാണ്. ഇത് എങ്ങനെ ഇത് നമുക്ക് മാറ്റാൻ പറ്റുന്ന സംഭവമുള്ളൂ. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എവിടെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ കുറച്ചും കൂടി ഈസിയാണ്. അതുപോലെ ഇതെങ്ങനെ മാറ്റുക എന്നുള്ള പ്രാക്ടീസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ ഒരു ലോകത്തിന് ഒരു രീതിയുണ്ട്, ഒരു താളം. അതായത് നമ്മളെ പഠിച്ചു വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളിലേക്ക്, അതായത് നമ്മുടെ തലച്ചോറിലേക്ക് ചെറുപ്പത്തിലെ ഫീഡ് ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ ഏത് കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാം എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ നന്നായിട്ടൊരു കാര്യത്തിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത നമുക്ക് ചെറുപ്പത്തിലേ നമുക്ക് കയറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ പലരും പഠിപ്പിച്ചു തന്നിട്ടാണ്. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യമാണ്. അതുപോലെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയാൽ അത് അടിപൊളിയാണ്, എല്ലാവരും നല്ല കൺഗ്രാജുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ പരീക്ഷയ്ക്ക് തോറ്റാലോ അല്ലെങ്കിൽ മോശം മാർക്ക് വാങ്ങിയാലോ ആളുകൾ അതൊരു നല്ല കാര്യമല്ല, നമ്മൾ ആ രീതിയിൽ കാണുക. ഇതൊക്കെ നമ്മളിലേക്ക് പല കാര്യങ്ങളും നമ്മളെ ബ്രെയിനിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. ഇത്തരം ചിന്തകൾ ബ്രെയിനിലേക്ക് നമുക്ക് ചെറുപ്പത്തിലേ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ വളരുന്നത്. ഇതൊരു മോശം കാര്യം ആണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് വളരെ ആരോഗ്യകരമായ ഒരു ചിന്ത തന്നെയാണ്. ഇത്തരം ചിന്തകളിൽ എല്ലാവരും ഉള്ളത് നല്ലത് തന്നെയാണ്. കാരണം ലോകത്തിൽ ഏതൊരു തരം ജോലി ചെയ്യാനാണെങ്കിലും ഈ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് സൊസൈറ്റി ഇത്തരത്തിലുള്ള ചിന്തകൾ അടിച്ചേൽപ്പിക്കുന്നത്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ ട്രേഡിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ചിന്ത നമുക്ക് അത്രക്കും യൂസ്ഫുൾ ആയുള്ളൊരു ചിന്തയല്ല. ഈ ഒരു ചിന്ത കൊണ്ട് മാത്രമാണ് നമ്മൾ ട്രേഡിങ്ങിൽ പലപ്പോഴും ട്രേഡ് ചെയ്ത് അക്കൗണ്ട് സീറോ ആക്കുന്നത്. കാരണം ഈ ഒരു ചിന്ത നമുക്ക് ട്രേഡിങ് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല. ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ രസമല്ല, നമ്മൾ ഈ ഒരു ട്രേഡിങ്ങിൽ നമ്മൾ ചെയ്ത് സീറോ ആയി, ഇതേ മൈൻഡ് സെറ്റ് വെച്ച് നമ്മൾ വാശി പിടിച്ച് ട്രേഡ് ചെയ്ത് സീറോ ആക്കി എന്ന് കരുതുക. പിന്നെയും നമ്മൾ കുറച്ചുകൂടെ പൈസയൊക്കെ എവിടെന്നെങ്കിലും സമ്പാദിച്ച് വീണ്ടും ട്രേഡിങ്ങിലേക്ക് വരും. ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴും നമ്മൾ മാറ്റുന്നത് എന്താണെന്ന് അറിയാം. മാറ്റുന്നത് നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജിയോ നമ്മൾ ചെയ്യുന്ന ഒരു ഐഡിയകളോ ഒരു എഡ്ജോ ആയിരിക്കും നമ്മൾ മാറ്റുക. അല്ലാതെ നമ്മുടെ മൈൻഡ് സെറ്റുകൾ പലപ്പോഴും നമുക്ക് മാറ്റാൻ കഴിയില്ല. കാരണം ഇതിങ്ങനെ അവിടെ കിടക്കും എന്നുള്ളതാണ്. പലരും കുറച്ചും കൂടി കഴിയുമ്പോൾ തിരിച്ചറിയും എൻ്റെ പ്രോബ്ലം സ്ട്രാറ്റജി അല്ല, അല്ലെങ്കിൽ മൈൻഡ് സെറ്റാണ്, സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് എൻ്റെ, അത് ശരിയാക്കണം എന്നൊക്കെ ചിന്തയുണ്ടാവും. പക്ഷേ പിന്നെയും സെയിം സാധനം തന്നെ നമുക്ക് കയറി വരും. അത് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ ഓരോ ട്രേഡ് കഴിയുമ്പോഴും നമുക്ക് എത്ര പഠിച്ചു കഴിഞ്ഞാലും, നമുക്ക് ഏത് സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാലും പിന്നെയും ഈ ഒരു ചിന്ത, അതായത് ഒരു ട്രേഡ് ലോസ് വന്നാൽ പിന്നെ അതിനെ റിക്കവർ ചെയ്യാനുള്ളൊരു മൈൻഡിലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ടാണ് പല ആളുകളും പറയുന്നത് ഞാൻ 2, 3, 4 തവണ അക്കൗണ്ട് സീറോ ആക്കി ട്രേഡിങ് ചെയ്തിട്ട് പൈസ പൊക്കി എന്നൊക്കെ പറയില്ല. ഇത് നമുക്ക് വേണ്ട ചിന്ത നമുക്ക് എത്തൂല.
നമുക്ക് യഥാർത്ഥത്തിൽ എന്താണോ നമുക്ക് ട്രേഡിങ്ങിൽ ഉണ്ടാക്കിയെടുക്കേണ്ട സ്കില്ല്, അതിലേക്കല്ല നമ്മൾ പിന്നെ എത്തുന്നത്. നമ്മൾ വേറെ പല കാര്യങ്ങളാണ് പിന്നെയും മാറി മാറി നിന്നുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഈ നമ്മളെന്താ പറയുക, നമ്മൾ ആദ്യം ഇത്തരം ചിന്തകളുണ്ടല്ലോ, അതായത് ഇത്തരം ചിന്തകളാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ബ്രെയിനിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. നമ്മൾ വിജയത്തിനെയും പരാജയത്തിനെയും നമ്മൾ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു അതിനുള്ള നമ്മുടെ ചിന്തയാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്നുള്ളത് പറയാം. ഒരു ഇമോഷനും കൂടാതെ ലോസ് ബുക്ക് ചെയ്യാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറുക. നമ്മൾ പറയാൻ വളരെ ഈസിയാണ്, പക്ഷേ ചെയ്യാൻ അത്രത്തോളം ഈസിയായ ഒരു കാര്യമല്ല ഇമോഷൻ ഇല്ലാതെ ചെയ്യുക എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം ട്രേഡിങ് നന്നായി പഠിച്ചു എന്ന് പറഞ്ഞോ, എന്നാൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവും? ഇല്ല. നിങ്ങൾ എത്ര കാലം പഠിച്ചതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ മാറ്റിയെടുക്കേണ്ട വേറെ പല കാര്യങ്ങളാണ്. പല ആളുകളും എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, മെസ്സേജ് അയക്കുമ്പോഴൊക്കെ പറയും, ഞാൻ ട്രേഡിങ്ങിൽ കുറേ നഷ്ടങ്ങൾ വരുത്തി, എനിക്ക് ഇനി പഠിച്ചിട്ട് ചെയ്യണം, പഠിച്ചിട്ട് ചെയ്താലേ പ്രോഫിറ്റബിൾ ആവുള്ളൂ എന്നുള്ള സംഭവം. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഏത് കാര്യത്തിലുള്ള ഒരു ചിന്തയാണ്. നന്നായി പരിശ്രമിച്ചിട്ട് പഠിച്ചിട്ട് അധ്വാനിച്ചിട്ട് ചെയ്താൽ ശരിയാവും എന്നുള്ള ചിന്തയാണിതിൽ. നിങ്ങൾ പഠിക്കേണ്ടതല്ല, നന്നായിട്ട് പഠിക്കണം. പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് മേഖലയിലാണ് കൂടുതൽ നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മൾ പ്രാക്ടിക്കലി ഒരു സ്കില്ല്, ട്രേഡ് ചെയ്യാനുള്ളൊരു സ്ട്രാറ്റജിയോ ഒരു സ്കില്ലോ നമ്മളൊരു ട്രേഡിങ്ങിൽ നമ്മളെ 10% നമ്മളെ സഹായിക്കുകയുള്ളൂ. ബാക്കിയുള്ള 90% സഹായിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കാം. ട്രേഡിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺസേർട്ടൈൻ ആയൊരു കാര്യമാണ്. അതൊരു ഉറപ്പ്, ട്രേഡിങ്ങിൽ നമുക്കറിയാം അൺസേർട്ടൈനിറ്റി ഉള്ളൊരു കാര്യമാണ്. ഇതൊരു പ്രോബബിലിറ്റിയിൽ അധിഷ്ഠിതമായ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു നൈസർഗികമായ പ്രതിപ്രവർത്തനം ഉണ്ടാവും. ആ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടല്ലോ, നമ്മൾ ലോസ് വരുമ്പോൾ പെട്ടെന്നുള്ളൊരു റിയാക്ഷൻ, അതാണ് നമ്മൾ മാറ്റാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ട്രേഡിങ്ങിലൂടെ ഡെയിലി യാന്ത്രികമായി ചെയ്തു പോകുന്ന പല കാര്യങ്ങളും നമ്മൾ ആ ഒരു പല കാര്യങ്ങളെയും നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ചെയ്യേണ്ടതുള്ളൂ ഫോക്കസ് ഓൺ പ്രോസസ്സ് എന്നുള്ളതാണ് സംഭവം. അതിൻ്റെ നോട്ട് ദ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം. അതായത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ട്രേഡിങ്ങിൽ ഒരു പ്രോസസ്സ് ഉണ്ട്, ആ പ്രോസസ്സിലാണ് ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ റിസൾട്ടിലോ അല്ലെങ്കിൽ ഔട്ട്കമ്മിലോ അല്ല. ആ പ്രോസസ്സ് നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാളെ റിസൾട്ട് അയാളെ ഹെൽപ്പ് ചെയ്യും. അതാണ് സംഭവം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ പ്രോസസ്സ് എന്നുള്ള സംഭവം ഞാനൊന്ന് പറഞ്ഞത്. അതായത് നമ്മൾ നല്ല മാർക്കറ്റിൽ ആദ്യം നമുക്ക് വേണ്ട ഒരു കാര്യം, എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, ഇത് ഒരു നല്ല രീതിയിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ആ ഒരു സാധനം നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള സംഭവം. അതായത് നമുക്ക് ആദ്യം വേണ്ടത് നല്ല ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നല്ലൊരു എഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ 6 മാസങ്ങളിൽ ഇങ്ങനെ മാർക്കറ്റിൽ വന്നപ്പോൾ ഇത്രത്തോളം മാർക്കറ്റ് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു കാര്യത്തെ വെച്ചിട്ട് ഒരു സ്ട്രാറ്റജി പോലെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് അവൈലബിൾ ആയ കണ്ടൻസ് ഉണ്ട്, സ്ട്രാറ്റജികളെ കുറിച്ചുള്ള ഒരുപാട് ആളുകൾ ചെയ്തൊക്കെ ഉണ്ട്. ഇതിലൊരു 5-6 സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് ഒന്ന് മെനക്കെടാൻ ശ്രമിക്കണം. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, പ്രീ മാർക്കറ്റിൽ കഴിഞ്ഞ 6 മാസത്തെ ചാർട്ടുകൾ നോക്കിയിട്ട് അതിനെ അനലൈസ് ചെയ്യുക. ഈ ഒരു 4 സ്ട്രാറ്റജി 5 സ്ട്രാറ്റജി എടുത്തിട്ട് ഇതിൽ ഒന്നാമത്തെ സ്ട്രാറ്റജി കഴിഞ്ഞ 6 മാസത്തിൽ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, ഇത്ര ലോസ് ഉണ്ടായി എഴുതി വെക്കുക. അങ്ങനെ രണ്ടാമത്തെ എഴുതുക. അങ്ങനെ ഒരു 5-4-5 സ്ട്രാറ്റജി എഴുതി വെച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള ഒരു കാര്യം സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഒരു 3 മാസമെങ്കിലും അതിൽ പേപ്പർ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാം. പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ ആളുകൾ പറയും എനിക്ക് ഇമോഷൻസ് വരില്ല, അത് സുഖമായിട്ട് പ്രോഫിറ്റബിൾ ആവില്ല എന്നുള്ളതാണ്. പക്ഷേ ആദ്യം നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്യൽ നിർബന്ധമാണ്. പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പഠിക്കേണ്ടത്. അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? അവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം, എനിക്ക് ഒരു ട്രേഡ്, ഒരു ദിവസത്തെ മാക്സിമം ഇത്രയാണ് എൻ്റെ ട്രേഡ്, അല്ലെങ്കിൽ ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡാണ് എൻ്റെ, അല്ലെങ്കിൽ 3 ട്രേഡ്, എത്രയാണോ ആ പ്രോസസ്സ് അത് നിങ്ങൾ കറക്റ്റ്. ഏതാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി, ആ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജിയിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് ധൈര്യത്തോടെ ട്രേഡ് എടുക്കാനുള്ള സ്കില്ല്, അതുപോലെ അതിലെവിടെയാണോ ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നത് ആ ബുക്ക് ചെയ്യുന്ന ഏരിയയിൽ കറക്റ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, ലോസ് എവിടെയാണോ പറഞ്ഞത് അവിടെ ലോസ് ബുക്ക് ചെയ്യാൻ പറ്റുക. ഈ കാര്യങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് 3 മാസം കൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആകുമ്പോൾ 3 മാസം കൊണ്ട് പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ, നമ്മൾ ചെയ്യേണ്ട കാര്യം
ഇനിയാണ് നമുക്ക് ഇമോഷൻ വരാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും മിനിമലായിട്ടുള്ള ക്വാണ്ടിറ്റി വെച്ചിട്ട് ട്രേഡ് ചെയ്യാം. ഈ മിനിമലായിട്ടുള്ള ക്വാണ്ടിറ്റി വെച്ച് ചെയ്തിട്ട് ഈ സെയിം പാറ്റേണിൽ ഈ സെയിം പ്രോസസ്സ് ഇതേപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയണം. അതിന് ആദ്യം നിങ്ങളുടെ അടുത്ത് എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫണ്ട് നിങ്ങൾ കരുതണം എന്നുള്ളതാണ്. ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന ആളോ ഒരു കോളേജിൽ പഠിക്കുന്ന ആളുകളെ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല. നിങ്ങൾ സ്വന്തമായിട്ട് സമ്പാദിക്കാനോ അല്ലെങ്കിൽ കുറച്ച് തുടങ്ങിയതിന് ശേഷമൊക്കെ ട്രേഡിങ്ങിൽ ഒരു സൈഡിങ് ഇൻകം ആയിട്ട് നിങ്ങൾ ആദ്യം കാണണം. എന്നിട്ട് നിങ്ങൾക്ക് അതിലൊരു പ്രൊഫഷണലാക്കി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടത്, ആദ്യം നിങ്ങൾക്ക് ഫണ്ട് വേണം. എത്ര ഫണ്ട് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു ഏറ്റവും മിനിമലായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ, ഒരു 20 അല്ലെങ്കിൽ 30 മിനിമം ഒരു 30 എടുത്തു. 30 ട്രേഡിൽ കണ്ടിന്യൂസ് SL വന്നാലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഫണ്ട് അതിൽ ഉണ്ട് എന്നുള്ള ഉറപ്പ് ആദ്യം വരുത്തണം എന്നുള്ളതാണ്. അതായത് 30 ട്രേഡ് തുടർച്ചയായിട്ട് SL അടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഫണ്ട് അതിൽ വേണം. അതെന്തിനാണെന്ന് വെച്ചാൽ അപ്പോഴേ നമുക്ക് ഇമോഷണൽ സീറോ ആക്കാം. ഇമോഷണൽ ഇല്ലാതെ ട്രേഡ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റബിളായിട്ട് മറ്റേതിൽ പ്രോഫിറ്റബിൾ ആവാത്ത കാരണം ചെറിയ എമൗണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ട് വേണം കുടുംബം പോറ്റാൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണം എന്നുള്ള ചിന്ത വരുമ്പോഴാണ്. നിങ്ങൾക്ക് മിനിമം ഒരു 30 ട്രേഡിൽ നിങ്ങൾക്ക് ലോസ് തുടർച്ചയായി വന്നു കഴിഞ്ഞാലും ഒരിക്കലും ഒരു ട്രേഡിങ്ങിൽ സ്ട്രാറ്റജി അത്യാവശ്യം നല്ല വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജിയിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരില്ല. എന്നാലും ഞാൻ പറയാം, അങ്ങനെ ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ അവിടെ വേണം എന്നുള്ള കാര്യത്തിൽ ഉള്ള ഫണ്ട് നിങ്ങൾ ആദ്യം അറേഞ്ച് ചെയ്യണം. എന്നിട്ടേ ഈ ഒരു റിയൽ ട്രേഡിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളത്. പിന്നെ ഫോക്കസ് ചെയ്യേണ്ട വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലാണ് നമ്മുടെ പ്രാക്ടീസ് വരുന്നത്. അതായത് ഒരു ട്രേഡ് ഫസ്റ്റത്തെ നമ്മുടെ ചാൻസിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം എൻട്രി ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ട്രേഡ് എടുത്തു എന്ന് കരുതുക. ആ ട്രേഡ് എടുത്തിട്ട് അതിൽ SL ആണെങ്കിലും ടാർജറ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ 5 മിനിറ്റ് അവിടെ ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്കൊരു പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല കോമഡി സീൻ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവിയിലെ ഏതെങ്കിലും സീനോ അല്ലെങ്കിൽ സഞ്ജു സാംസൻ്റെ ഒരു ബാറ്റിങ് നിങ്ങൾക്ക് കാണാം, നെയ്മറിൻ്റെ ഒരു സ്കില്ലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ എന്തെങ്കിലും കാണാം. പിന്നെ നമ്മൾ സാവധാനത്തിൽ ആലോചിക്കുക, ഫസ്റ്റ് ട്രേഡ് എൻ്റെ SL അല്ലെങ്കിൽ ടാർജറ്റ് ഹിറ്റായി, ഓക്കെ. പിന്നെ നമ്മൾ സാവധാനത്തിൽ ആലോചിക്കുക എന്താണ് ഇനി എനിക്ക് ഇന്ന് ട്രേഡ് എടുക്കാൻ പറ്റിയ ഏരിയ ഉണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് ചാർട്ടിൽ നോക്കിയിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഉണ്ടെങ്കിൽ മാത്രം അന്നത്തെ ദിവസം ട്രേഡ് എടുക്കുക. അതായത് ചാൻസ് ഇല്ലെങ്കിൽ അന്ന് വേണ്ട, ഒറ്റ ട്രേഡിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. വീണ്ടും നാളെ ഇതേ പ്രോസസ്സ് തന്നെ തുടരാം. ഇവിടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രാക്ടീസ് എന്താ വെച്ചാൽ നമ്മുടെ തലച്ചോറിന് നമ്മുടെ ബ്രെയിനിൻ്റെ നമുക്ക് അപകടങ്ങൾ വരുമ്പോൾ ഉള്ള നമ്മുടെ ഒരു സർവൈവലിന് വേണ്ടിയിട്ടുള്ളൊരു ബ്രെയിനിലുള്ളൊരു ക്വിക്ക് റിയാക്ഷനെ കാം ഡൗൺ ചെയ്യുകയാണ് അവിടെ ചെയ്യണത്. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പൈസ പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടുത്ത ട്രേഡിലേക്ക് കയറാനുള്ള ഒരു ത്വര ഉണ്ടല്ലോ. അത് വേറെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രശ്നത്തിലും നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ട്രേഡിങ്ങിൽ നമുക്ക് അറിയാതെ വീണ്ടും ട്രേഡിലേക്ക് വരുന്നത്. അതിനെ നമുക്ക് കാം ഡൗൺ ചെയ്യാനുള്ളൊരു പ്രാക്ടീസാണിത്. ഈ ഒരു ട്രേഡ് കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കുകയും പിന്നീട് ഒന്ന് ആലോചിക്കുകയും അവസരമുണ്ടോയെന്ന് ആലോചിക്കുകയും ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയും അത് നമ്മുടെ ക്വിക്നെസ്സിലുണ്ടല്ലോ, ബ്രെയിൻ്റെ ഈ ഒരു ക്വിക്ക് റിയാക്ഷനെ നമുക്ക് ഇങ്ങനെ കാം ഡൗൺ ചെയ്ത് വരും എന്നുള്ളതാണ്. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പം ഇത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് അറിയാതെ ബ്രെയിനിലേക്ക് ചെറുതായിട്ട് വന്ന് നമുക്ക് ഈ ഒരു ട്രേഡർ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഈ ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള പ്രോബബിലിറ്റി ഗെയിം ആയിട്ടുള്ള ട്രേഡിങ്ങിൽ ഇത് കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ ഗ്രാജ്വലി ഇതിങ്ങനെ നമ്മളിലേക്ക് എത്തും. ഈ ഒരു കാം ഡൗണും പേഷ്യൻസും കാര്യങ്ങളും അങ്ങനെ കൂളായിട്ടിരിക്കാനുള്ള സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കും. ഇതാണ് ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആണുള്ള ആദ്യ സ്റ്റെപ്പ്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്, നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട സ്റ്റെപ്പാണ്. അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, മോശമാണെങ്കിലും പറയാം, നല്ലതാണെങ്കിലും പറയാം. ഇനിവേ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ചെയ്യാൻ നിങ്ങളുടെ കമൻറ്റുകളോ നിങ്ങളുടെ ലൈക്കുകളോ ഒക്കെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. താങ്ക് യു, ബൈ.